കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. ബാലികാദേവി ദേശ സന്ദർശനമായിട്ട് അങ്ങനെ കുറുപ്പേട്ടന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് കുറുപ്പേട്ടന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബാലികാദേവി വന്നു കഴിയുമ്പോൾ തന്റെ കൊച്ചുമോൾക്ക് താൻ ഇതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യം മൊത്തം ബാലികാദേവിയുടെ മുന്നിൽ വെച്ച് തന്നെ കൊടുക്കണം. അങ്ങനെ ആധാരം അവളുടെ പേരിലേക്ക് എഴുതിയ ആ സമ്പാദ്യം മൊത്തം കൊടുക്കണം എന്നൊക്കെയുള്ള. അങ്ങനെ ബാലികാദേവി വന്നു കഴിഞ്ഞപ്പോൾ ബാലികാദേവിയുടെ മുന്നിലേക്ക് വന്നിട്ട് ആ പേപ്പർ ആ പത്രം കൂടെ കൊടുക്കാൻ തുടങ്ങണം. ഈ സമയം ബാബ തടഞ്ഞു. ബാബ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാ. ഇത് കേട്ടതും കുറുപ്പേടൻ ചോദിച്ചു, അല്ല നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുക. തിരുമേനി പറഞ്ഞു, എന്താ ബാബേ, എന്ത് പറ്റിയെന്ന് ചോദിക്കുക. എനിക്ക് ഈ അച്ഛനോടാ സംസാരിക്കാനുള്ള എന്ന് പറയണം. അല്ല അച്ഛന് ഇത്ര സ്വത്ത് ഇപ്പൊ ഇവിടെ പേരൊക്കെ എഴുതി വെക്കാൻ പോകുന്നുണ്ടല്ലോ, അച്ഛന്റെ കൊച്ചുമോളാന്ന് അച്ഛന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും പെട്ടെന്ന് കുറുപ്പേടൻ ചോദിച്ചു, അല്ല ഭാവി എന്തുകൊണ്ടാ അങ്ങനെ ചോദിച്ചേ? അല്ല കുറെ കാലം അമേരിക്കയിലല്ലായിരുന്നോ, അമേരിക്കയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അല്ലേ ഇങ്ങനെ മോളുണ്ടെന്നും ഇങ്ങനെ ഇതിനെക്കുറിച്ചെല്ലാം അറിഞ്ഞേ. പക്ഷെങ്കില് ഇങ്ങനെ മോളുണ്ടെന്ന് അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു പതർച്ചയൊക്കെ ഉണ്ടായി. അതെ എനിക്ക് വിശ്വാസമുണ്ട്, ഇതെന്റെ മോള് തന്നെയാന്ന് പറയണം. പെട്ടെന്ന് തിരുമേനി പറഞ്ഞു, എന്താ ബാവേ, ബാവ എന്താ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കാം. അല്ല എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായി, പറയാൻ പറ്റില്ലോ, ഇന്നത്തെ കാലമല്ലേ, അതുകൊണ്ട് ഒരു പക്ഷെ വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ കാണിച്ചോണ്ട് പറഞ്ഞാലും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് അങ്ങോട്ട് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം അവിടെ നിന്ന് ദേവി പറഞ്ഞു, ശരിയാ പറഞ്ഞത്, ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോ വേറെ ആരെങ്കിലും ആണെന്ന് പറയാൻ പറ്റത്തില്ലോ എന്ന് പറയാം. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ല വൈഷ്ണവിയുടെ അമ്മയ്ക്ക്. കാരണം പെട്ടെന്ന് മനസ്സിലായി, ഇനിയിപ്പം എന്തെങ്കിലും സംശയങ്ങൾ വന്നാലോ അവളുടെ പേരിലേക്ക് എഴുതി വെക്കാന്ന് പറഞ്ഞാൽ സ്വത്തുക്കളൊന്നും തനിക്ക് കിട്ടിയെന്നും വരത്തില്ല. അതൊക്കെ വല്ലാത്ത ടെൻഷനാണ്. പെട്ടെന്ന് തന്നെ അവള് അങ്ങോട്ട് അടവങ്ങോട്ട് മാറ്റുകയാണ്. വൈഷ്ണവിയുടെ അമ്മ പറഞ്ഞതേ, ഒരു കാര്യം ചെയ്തു, ഇനിയിപ്പോ ഈ സ്വത്തുക്കൾ ഞങ്ങൾക്ക് വേണ്ട, മോളുടെ കയ്യിലേക്ക് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഞങ്ങളെ അവിശ്വാസമല്ലേ, അതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല. എന്റെ മോൾക്ക് ഈ സ്വത്തും പണമൊന്നും വേണ്ട. എന്റെ മോൾക്ക് മുത്തശ്ശനെ മാത്രം മതിയായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നതുകൊണ്ട് അതൊരിക്കലും വേണ്ടാന്ന് പറയാണ്. പിന്നീട് ആദ്യത്തെ കയ്യിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, വാ വൈഷ്ണവി മോളെ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കോട്ട് പോകാൻ തുടങ്ങും. പെട്ടെന്ന് കുറുപ്പേട്ടൻ അങ്ങോട്ട് കയറി നിന്നു. അത് മോളെ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് പോവല്ലേ, ആ മാവ എന്തോ ഒരു കാര്യം പറഞ്ഞു ഓർത്തോണ്ട് ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. അപ്പം കൊച്ചു കുട്ടിയല്ലേ, അവന് കാര്യങ്ങളൊന്നും അറിയത്തില്ലോ, അതുകൊണ്ട് ബാ ഇങ്ങോട്ട്. ഇത് ടെൻഷൻ അടിക്കേണ്ട സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇതിന്റെ കൊച്ചുമോള് തന്നെയാണ്, അതുകൊണ്ട് ഇത് മോൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഈ സമയം വൈഷ്ണവിയുടെ അമ്മയുടെ കണ്ണുകളൊന്നും തിളങ്ങി. പക്ഷെങ്കിൽ വല്ലാത്ത ധർമ്മസങ്കടത്തിലെ ഉണ്ണിമോള്, കാരണം മുന്നിൽ നിൽക്കുന്ന ആതിര ചേച്ചിയാ. പക്ഷെ ഇവര് പറയണതോ വൈഷ്ണവിയാന്ന്. ഒന്നും അങ്ങോട്ടും മനസ്സിലാകുന്നില്ല, എന്തായിരിക്കും പോലും കാരണം. ഒരു പക്ഷെ ഗിരിദേവനെ കാണുവാണെങ്കിൽ ഗിരിദേവൻ ഇതിന് ഉത്തരം പറഞ്ഞു തരുമായിരിക്കും. എത്രയും പെട്ടെന്ന് ഗിരിദേവനെ കണ്ടേ മതിയാവുള്ളൂന്നൊക്കെ ഉണ്ണിമോളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവുന്നുണ്ട്. പിന്നീട് അവര് ക്ഷേത്രത്തിലേക്ക് അങ്ങനെ മടങ്ങുവാണ്. ക്ഷേത്രത്തിലേക്ക് മടങ്ങി എത്തിക്കഴിയുമ്പോൾ തന്നെ ഉണ്ണിമോള് നേരെ ഗിരിദേവന്റെ മാവയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ഈ സമയം ഗിരിദേവൻ ചോദിച്ചു, എന്താ ഉണ്ണിമോളെ, ഉണ്ണിമോളുടെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കും. ഒന്നുമില്ല, എന്തോ കാര്യമുണ്ടല്ലോ എന്ന് പറയും. പിന്നീട് വാ പറഞ്ഞു, ഉണ്ണിമോൾ ആകെപ്പാടെ സങ്കടത്തിലാന്ന് പറയാ. ഉണ്ണിമോളുടെ ആതിര ചേച്ചിനെ ഉണ്ണിമോൾ അവിടെ കണ്ടുപോലും. ഇത് കേട്ടത് ഗിരിദേവൻ ചോദിച്ചു, അല്ല അത് ആതിര എന്നുള്ള കാര്യം ഉണ്ണിമോൾക്ക് ഉറപ്പാണോ? എനിക്കറിയാം, ആതിര ചേച്ചിനെ കണ്ട എനിക്കറിയാം ഗിരിദേവ, മാറിപ്പോയിട്ടൊന്നുമല്ല. പക്ഷെ അവര് പറയുന്നത് അവരുടെ മോളാന്നുള്ളത്, ഇതെങ്ങനെ ശരിയാവും ഗിരിദേവ? ഇപ്പൊ ആതിര ചേച്ചിക്ക് അവരുടെ മോളായിട്ട് പറ്റുമോ? ഇല്ല, ഇത്രയും കാലം വീട്ടിൽ തന്നെ നിന്നേ, പിന്നെ പെട്ടെന്ന് എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, എല്ലാത്തിനും ഉത്തരം ബാലികാദേവി പറഞ്ഞു തരുമെന്ന് പറയണം. പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പൊ ഒന്നും തോന്നുന്നില്ല ഗിരിദേവ, അതെന്ത് ചെയ്യും? അതൊക്കെ സമയമായി കഴിയുമ്പോഴത്തേനും അതെല്ലാം റെഡിയാക്കിയുള്ളൂ. ഇതിന്റെ പേരിൽ ഇനിയിപ്പം ഉണ്ണിമോൾ ഇനിയിപ്പോ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, ആദരയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ഈ സമയം വല്ലാത്ത ടെൻഷനിലായിരുന്നു മിനിയും ജയനും. കാരണം കുറെ അടിച്ചു വാരി വൃത്തിയാക്കി അങ്ങനെ ഒരുമാതിരി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ലെമ്പു അങ്ങോട്ട് വന്നേ. ആഹാ, ക്ഷേത്രം മിറ്റമൊക്കെ അങ്ങനെ നല്ല വെടിപ്പായല്ലോ എന്ന് പറയാണ്. ഈ സമയം മിനി പറഞ്ഞു, അല്ല മോളെ കാണിച്ചു തരാന്ന് പറഞ്ഞായിരുന്നല്ലോ, മോളെ കാണാൻ പറ്റുന്നില്ലോ എന്ന് പറയാണ്. ഈ സമയം ജയൻ എന്ത് ചെയ്യുവാണ്, ജയൻ പെട്ടെന്ന് തന്നെ വെറ്റിലെടുക്കുകയാണ്. വെറ്റിലെടുത്ത് അതിനകത്തേക്ക് നോക്കുക, മിനിയും ജയനും കൂടെ നോക്കുക. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ആദ്യം നിൽക്കുന്നുണ്ട് ഒരു വീടിന്റെ മുറ്റത്ത്. ഭാഗ്യം ജീവിച്ചിരിപ്പുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത്രയും സമയം ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തേലും ആക്രമണം ഉണ്ടായോ, അതുകൊണ്ട് മോൾക്ക് എന്തേലും സംഭവിച്ചെന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ജീവിച്ചിരിപ്പെടുന്നു മനസ്സിലായി. പക്ഷെ എവിടെ എന്താ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ഈ സമയം ലെമ്പുവിനോട് ചോദിച്ചു, അല്ല ലെമ്പു ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ മോള് ജീവിച്ചിരിപ്പെടുന്നു മനസ്സിലായി, പക്ഷെ എവിടെ എന്താ ഒന്നും അറിയത്തില്ലോ എന്ന് പറയാം.
ഇത് കേട്ട് കഴിഞ്ഞപ്പോ ലെമ്പു പറഞ്ഞു, ആ കാര്യത്തിൽ പേടിക്കണ്ട കേട്ടോ, ഉറപ്പായിട്ടും മോളെ തിരികെ കിട്ടുമെന്ന് പറയാ. പക്ഷേ എങ്കിൽ അതിന് കുറച്ചും കൂടെ താമസം എടുക്കുമെന്ന് പറയാ. അങ്ങനെ ഇത് പറഞ്ഞിട്ട് ലെമ്പു അങ്ങോട്ട് പോവാണ്. അപ്പൊ ജയമിനിയോട് പറഞ്ഞ്, എത്രയാണെന്ന് നമ്മളത് ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിലെ മാലിന്യമൊക്കെ നീക്കിയതുകൊണ്ടല്ലേ നമുക്കിപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ, നമ്മുടെ മോളെ തിരിച്ചു കിട്ടാൻ പോണേന്ന് പറയാ. ഇത് കേട്ടതും അവൻ പറഞ്ഞു, ശരിയാണ്, ഒരു പക്ഷേങ്കില് ഇതുകൊണ്ട് മാത്രമായിരിക്കും നമ്മുടെ മോളെ തിരിച്ചു കിട്ടാൻ പോകുന്നത് മിനിയും പറയുവാണ്. ഈ സമയം ആകെപ്പാട് ടെൻഷനായിരുന്നു ഉണ്ണിമോൾക്ക്. ഉണ്ണിമോൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഉണ്ണിമോൾ നേരെ ഗിരിദേവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഗിരിദേവ, എനിക്കറിയത്തില്ല, എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഈ പറയുന്ന ആദ്യ ചേച്ചിയും അവരെങ്ങനെ ഒന്നാകുന്നേ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറയാം. ദേ അത് ഓർത്ത് ഇനി ഉണ്ണിമോള് ടെൻഷൻ അടിക്കണ്ട, പറഞ്ഞല്ലോ അത് ദേവി കാണിച്ചു തരും എന്ന് പറഞ്ഞാൽ ദേവി കാണിച്ചു തരും, പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ, ഉണ്ണിമോളുടെ കണ്ണുമുന്നിൽ തന്നെ എല്ലാം കാണിച്ചു തരും എന്ന് പറയാം. പക്ഷെ ഉണ്ണിമോൾക്ക് എന്തോ ഒത്തിരി അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല. പിന്നീട് ഗിരിദേവന്റെ അടുത്ത് ലെമ്പു ഇരിക്കുകയാണ്. ലെമ്പു പറഞ്ഞു, ഗിരിദേവ, ഉണ്ണിമോൾക്ക് ആകാംക്ഷ കാണുമായിരിക്കും, ഒരു പക്ഷെങ്കിൽ ഈ ആതിര ചേച്ചിയും വൈഷ്ണവ ചേച്ചി ഒന്നാന്നുള്ള സംശയം, ആ സംശയം തീർത്തു കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ്. ആ സംശയങ്ങളൊക്കെ ബാലികാദേവി കൃത്യസമയത്ത് തന്നെ അങ്ങനെ കൃത്യസമയത്ത് തന്നെ അതിന്റെ ഉത്തരം കൊടുത്തോളും. ആ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയാ, ഒരു കുഴപ്പമില്ല. അത് നമ്മൾ പറയുന്നേക്കാളും നല്ല, എന്തുകൊണ്ട് നല്ല ബാലികാദേവി ഉണ്ണിമോളോട് പറയുന്നതായിരിക്കും എന്ന് പറയാ. ഈ സമയത്ത് അതിനേക്കാളും ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു, ദേവികമ്മ. ദേവികമ്മ ജലപാനം പോലും ഇല്ലാതെ പൂജാമുറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്റെ ഭഗവാനെ, നീ അല്ലാതെ എനിക്ക് വേറെ ആശ്രയമില്ല, അതുകൊണ്ട് എന്റെ ആദ്യം മോളെ തിരികെ തന്നിട്ട് എന്റെ ജീവൻ വേണേ എടുത്തു, പക്ഷെ ഇങ്ങനെ മോൾക്ക് ഒരു ആപത്ത് പോലും വരില്ല. കാര്യം പറഞ്ഞാൽ അവൾ എന്തെങ്കിലും ഒരു തെറ്റ് കാണിക്കുമ്പോൾ ഞാൻ അവളെ ചീത്ത പറയുന്ന, പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് മീനും ജയനും പറയുന്ന പോലെ എനിക്ക് അവളെ ഇഷ്ടമില്ലായികയില്ല, ഇഷ്ടക്കൂടുതൽ തന്നെയുണ്ട്. പക്ഷെ ഉണ്ണിമോളാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഉണ്ണിമോളും ഗിരിദേവനും കാരണമാണ് അവൾക്ക് ആപത്ത് സംഭവിച്ചതെന്നൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റും? എനിക്കെന്നല്ല ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനെ തിരികെ കിട്ടണം, ആ പ്രാർത്ഥന മാത്രം എനിക്കുള്ളതെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി തൊഴുകയും ഊപ്പിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് അകത്തേക്ക് കയറിപ്പോയ ആതിരയ്ക്ക് വല്ലാത്ത ടെൻഷനായി. ആതിരങ്ങനെ നിൽക്കേണ്ട സമയത്താണ് വൈഷ്ണവിയുടെ അമ്മ അങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്നാലും കൃത്യസമയത്ത് തന്നെ നീ അങ്ങോട്ട് ഇറങ്ങി ചെന്നോണ്ട് നന്നായി, അല്ലായിരുന്നു നിന്നെ കാണിച്ചു തന്നിരുന്നു പറയാ. ഈ സമയം ആദ്യം ഒന്നും മിണ്ടിയില്ല. എനിക്കറിയായിരുന്നു നീ ഇറങ്ങി ചെല്ലുമെന്ന്. ഇനിയിപ്പം നീ എന്തെങ്കിലും വിളിച്ചു പറയുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഭാഗ്യത്തിൽ ഒന്നും വിളിച്ചു പറഞ്ഞില്ല. അപ്പൊ നിനക്കറിയാൻ കാര്യങ്ങളൊക്കെ അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആതിര ഒന്നും മിണ്ടാതെ ദയനീയമായിട്ട് നോക്കുവാണ്. കാരണം ആതിരയ്ക്കറിയാം താൻ എന്തെങ്കിലും മിണ്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവരെ എന്തോ ചെയ്യുന്നു പറയാൻ പറ്റില്ലെന്ന്. ഈ സമയം ഒരു ഗൂഢലക്ഷ്യത്തോട് കൂടിയിട്ട് വൈഷ്ണവിയുടെ അമ്മ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. താൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ മിക്കവാറും പോലീസ് തങ്ങളെ പിടിക്കും. ആ ഒരു ചിന്തയൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മള് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.